നമസ്കാരം, മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റോ കോലഞ്ചേരി. പ്രവാസി മഞ്ഞപ്രക്കാരനും എഴുത്തുകാരനുമായ ഷൈജു അഗസ്തി മുഞ്ഞേലിയുടെ ജാലകങ്ങളില്ലാത്ത വീട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അങ്കമാലി MLA ശ്രീ റോജി M. ജോൺ നിർവഹിച്ചു. മഞ്ഞപ്ര പൊയ്ത്തുരുത്ത് കൃഷി പാഠശാലയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ പ്രശസ്ത ചാനൽ സംവാദകൻ ഡോക്ടർ ജിൻഡോ ജോൺ അധ്യക്ഷനായി. വാർത്ത കാണാം. വളരെ ലളിതവും ഹൃദ്യവുമായിട്ടുള്ള ഒരു ചടങ്ങാണ്. നമ്മുടെ നാട്ടിൽ തട്ടുപാറ പ്രദേശത്ത് ജനിച്ച് വലിയ പ്രാരാബ്ദങ്ങളോട് മല്ലിട്ട് കടന്നു വന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു അംഗം തന്റെ പ്രയാസങ്ങളിലിടെയെല്ലാം സഞ്ചരിച്ച് അതിനെയൊക്കെ അതിജീവിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിനിടയിലും തന്റെ ജനിച്ചു വളർന്ന നാടും മണ്ണും നാട്ടുകാരെയും ഒന്നും മറക്കാതെ ആ ഓർമ്മകൾ എന്നും മനസ്സിൽ വളരെ ഹൃദ്യമായി സൂക്ഷിക്കുകയും അത് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കുറിപ്പുകൾ ഒരു പുസ്തകവുമായി മാറുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ ഒരു ചരിത്രവും ഒത്തിരി ഓർമ്മകളും ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമായതിൽ എനിക്കും സന്തോഷമുണ്ട്. കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് എന്താണെന്നറിയാം? എഴുത്തും വായനയും അറിയാത്ത ഒരു അമ്മയ്ക്ക് ഒരു മകൻ എഴുതുന്ന പുസ്തകം, ആ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടായി പുസ്തകം എഴുതുന്നത്. ഇവിടെ ഈ ഹോളിനകത്തിരിക്കുന്ന നമ്മൾ കുറച്ച് ആളുകൾ, നമ്മൾ ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് എന്നൊക്കെ കേൾക്കുന്ന പോലെ ഇൻറ്റിമേറ്റ് ഫംഗ്ഷനാണ്. ഈ പുസ്തകത്തിലുള്ള കുറേ ആളുകൾ ഇവിടെയുണ്ട്, കഥാപാത്രങ്ങൾ. ഇതിലെ ആമുഖം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പുസ്തകം മൊത്തം വായിച്ചു. ഇത് ഷൈജു അഗസ്തിയുടെ കഥയാണെന്ന് ഞാൻ പറയും. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും കഥയാണ്, എൻ്റെയും കഥയും. മഞ്ഞപ്ര പോലെ, തട്ടുപാറ പോലെ ഒരു കുടിയേറ്റ കർഷക ഗ്രാമത്തിലുള്ള ഓരോ മനുഷ്യരുടെയും അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ദീപനിശാന്തിൻ്റെയോ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ പലരുടെയും പുസ്തകങ്ങളുമായിട്ട് നമുക്ക് ചിലപ്പോൾ സാമ്യം തോന്നും. ഒരു പുതിയ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഒരു ഒഴുക്കിന് തടസ്സം വന്നിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഔദാരികയെ കുറിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് അറിയാം, ഓരോ പുതിയ എഴുത്തുകാരനും ഒഴുക്കിന് വേണ്ടിയിട്ടല്ല എഴുതുന്നത്, എഴുതേണ്ടത് ഉണ്ട് എന്നതൊന്നും നമ്മൾ എഴുതാൻ പറ്റും. എത്ര നല്ല വായനക്കാരനായാലും എത്ര മിടുക്കുള്ള ആളായാലും ആദ്യത്തെ പുസ്തകം പുറത്തു വരണമെങ്കിൽ അതിനൊരു സമയമുണ്ട്. ഈ മീറ്റിംഗ് കുറെ കൂടി ആളുകളെ കൂട്ടി നടത്തണം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹാരിത എന്ന് പറഞ്ഞാൽ ഇതിലുള്ള അധ്യായങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ നടക്കുന്നത്. ഈ അമ്മയ്ക്ക് പുസ്തകം വായിച്ചു കൊടുക്കും എന്നാണ് ഷൈജു MLA പറഞ്ഞത്. അമ്മയെക്കുറിച്ചിട്ടും നാടകകലാകാരനായിട്ടുള്ള അച്ഛനെക്കുറിച്ചിട്ടും സെൻറ് റോക്കീസ് പുണ്യാളൻ്റെ മുമ്പിൽ, പുണ്യാളൻ്റെ അധ്യായത്തിൽ നിന്ന് തുടങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ പണ്ട് മേരിഗിരി പാലം കടന്ന് സ്കൂളിൽ പോയ കഥയും, റേഷൻ കടയും പുഴുക്കലരിയും മണ്ണെണ്ണ വിളക്കും ചാണകത്തറയും ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും വക്ക് പൊട്ടിയ കുടങ്ങളും വെള്ളം ചുമന്ന് കയറിയ ആ വലിയ ദൂരവും തട്ടുപാറ മലയും മലഞ്ചെരിവും മലയുടെ മുകളിൽ പാറപ്പുറത്ത് കിടന്നുകൊണ്ട് ആകാശം കണ്ട് സ്വപ്നം കണ്ടതിനെ കുറിച്ചിട്ടും ട്രെയിൻ യാത്രകളും ഒരു ചെറുപ്പക്കാരൻ 10-30 വയസ്സിനുള്ളിൽ താണ്ടാവുന്ന ഓരോ ദൂരത്തെക്കുറിച്ചും കൃത്യമായിട്ട് മയിൽക്കുറ്റി പോലെ അടയാളപ്പെടുത്തിയ ഒരു പുസ്തകമാണിത്. വളരെ സന്തോഷത്തോടെയും ഒരുപാട് വേദനയോടെയും അങ്ങനെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി നമ്മൾ കടന്നു പോകുന്ന വാർത്തകൾ, കണ്ടതും കേട്ടതും എല്ലാം വളരെ സങ്കടമുള്ള വാർത്തകൾ മാത്രമായിരുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ ഒരു നാട് മുഴുവൻ കുത്തിയൊലിച്ചു പോയത് കണ്ട വിറങ്ങലിപ്പിലായിരുന്നു നമ്മൾ ഇതുവരെ.
അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ഞാൻ 2-3 വട്ടം നമ്മുടെ എഴുത്തുകാരനോട് ചോദിച്ചിരുന്നു. വളരെ ലിമിറ്റഡ് പീരീഡാണ് ആൾക്കാരുടെ നാട്ടിലുള്ളൂ, അതുകൊണ്ട് നമുക്ക് മാറ്റമില്ല, വളരെ ചെറിയൊരു ചടങ്ങായിട്ട് നടത്താമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒട്ടും ഔപചാരികത ഇല്ലാതെ കൂടിയിരിക്കുന്നത്. ഇങ്ങനെയൊരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജിൻഡോ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിലുള്ള പല കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ ആരൊക്കെയാണ് ഇതിലുള്ള ഓരോരുത്തരും ഇങ്ങനെ ഒരു കൗതുകത്തോടെയാണ് ഞാൻ നോക്കുന്നത്. എനിക്കിതിലെ കഥാപാത്രങ്ങളെ അറിയുള്ളൂ, റിയലായിട്ടുള്ള ആളുകളെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓരോ മുഖങ്ങളിലും ഞാൻ ഓരോ കഥകൾ കാണുന്നുണ്ട്. ഈ പുസ്തകം വായിച്ച അവതാരിക എഴുതിയ ജിൻഡോയും പിന്നെ ചിലപ്പോൾ വായിച്ച ഒരാൾ ഞാനുമായിരിക്കും ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടാവുക. MLA പറഞ്ഞു അദ്ദേഹം പുസ്തകം വായിച്ചില്ല. ജിൻഡോ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഥയാണ്, ഈ നാടിൻ്റെ കഥയാണ്, ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്. ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ കാലത്തിരുന്നുകൊണ്ട് പഴയ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ പുസ്തകമാണ് നമുക്ക് എടുത്തു വെക്കാവുന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ട്. നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഈ പുസ്തകമായിരിക്കും. ഷൈജു വെക്കേഷന് വന്നു പോയാലും ഷൈജു ലണ്ടനിലായാലും എവിടെയായാലും ഈ പുസ്തകം എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. തട്ടുപാറയുടെ ജീവിതം, തട്ടുപാറ വഴി ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ പോസ്റ്ററിൽ നമ്മൾ കൊടുത്തത്. പുസ്തകത്തിൻ്റെ ഒരു ജേണിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ പേര് ഇത് തന്നെ വേണമെന്ന് ഷൈജുവിന് നിർബന്ധമായിരുന്നു, ജാലകങ്ങളില്ലാത്ത വീട്. ജാലകങ്ങളില്ലാത്ത വീടിലൊരു കാഴ്ച എങ്ങനെ ഉണ്ടാവും? കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടാവും. അപ്പോൾ ഷൈജു എനിക്ക് തന്നൊരു എക്സ്പ്ലനേഷൻ, വീടിന് ചെറിയ ചെറിയ ജാലകങ്ങളുണ്ട്, പുക പോകാനൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ജാലകങ്ങളുണ്ട്. പക്ഷേ ചെറിയ കുട്ടിയാവുമ്പോൾ അവനത് എത്തി കാണാൻ പറ്റുമായിരുന്നില്ല. വളരെ ലിമിറ്റഡ് ആയ ഒരു സ്പേസിൽ ചാണകം മെഴുകിയ തറയിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ച ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മക്കളൊഴികെ ബാക്കി എല്ലാവർക്കും ആ കാലമൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. റേഷൻ കടയിൽ പോയി അരി മേടിച്ചതും കല്ലുള്ള റേഷനരി വെച്ച് കഴിച്ചതും മണ്ണെണ്ണ വാങ്ങാൻ പോയതും പങ്കുവയ്ക്കപ്പെട്ട ജീവിതങ്ങൾ, കുട, പുസ്തകം, വസ്ത്രം എല്ലാം പങ്കുവെക്കുന്ന ബാല്യമായിരുന്നു നമുക്കൊക്കെ ആ കാലത്തുണ്ടായിരുന്നത്. നമ്മുടെ കാലത്ത് പിസയും ബർഗറും ഒക്കെ ചക്കയും കപ്പയും മാങ്ങയൊക്കെ ആയിരുന്നു. ഇപ്പൊ സ്വിഗ്ഗിയിൽ അപ്പം എല്ലാം ഓർഡർ ചെയ്ത് കഴിക്കുന്ന കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ ഒരു അതിശയ ലോകമായിരിക്കും, ആലീസിന്റെ അത്ഭുത ലോകം പോലെയായിരിക്കും. എങ്ങനെയാണ് നിങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചത് എന്ന് ചിലപ്പോൾ ചോദിക്കും. ടിറ്റോ, ജോയിച്ചേട്ടൻ, എല്ലാവരെയും, പിന്നെ പ്രിൻഡോ, രാജീവ്, എല്ലാവരെയും, ഷേർലി, എൻ്റെ കൂടെ പഠിച്ചതിൽ ഞാൻ ക്ഷണിച്ചിട്ട് ആകെ വന്ന ആൾ ഷേർലിയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാകുവാനും ഇവിടെ നിൽക്കുവാനും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ബുക്ക് എഴുതണം എന്ന് ഞാൻ ഫേസ്ബുക്കൊക്കെ വന്ന കാരണം ഒരു എഴുത്തുകാരനായ ആളെ ഞാനായിരിക്കും. പക്ഷെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കവിതയൊക്കെ എഴുതി എനിക്ക് സംഭാവന കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, അപ്പം അതുകൊണ്ട് അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഫേസ്ബുക്ക് വന്നതുകൊണ്ട് ഞാൻ എഴുതുകയും ഒരു എഴുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരാളെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ പലരെ കുറിച്ച് എഴുതാനുണ്ട്. സാഹിത്യനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ജോസ്പാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഇനി ഇരിക്കുന്നതിൽ വാവിച്ചേനെ കുറിച്ച് എഴുതാനുണ്ട്. ഇതൊക്കെ എഴുതിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കണം. ഇവരെ വായിച്ച് കേൾപ്പിച്ചിട്ട് ബെല്ലിച്ചേനെ കുറിച്ച് എഴുതാനുണ്ട്. ഇതൊക്കെ അവർ വായിച്ചതിന് ശേഷം ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഒരിക്കൽ കൂടി ഈ ബുക്കുകൾ എല്ലാവരും വായിക്കണം, വായിച്ച അഭിപ്രായം പറയണം, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയണം, അത് തിരുത്തിയിട്ട് നമുക്ക് അടുത്ത ബുക്കിലേക്ക് കിടക്കാം. കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും എനിക്ക് കഥാപാത്രങ്ങളാണ്. വെറുതെ ലക്ഷം വീട്ടിലേക്ക് ചെന്നാൽ മതി, അവിടെയുള്ള കഥാപാത്രങ്ങൾ നോവലാക്കാനുള്ളവരുണ്ട്. ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ സദ്ദാം ഹുസൈൻ തുടങ്ങി, മല്ലൻ ബരീസേട്ടൻ തുടങ്ങി, പൂഹൻ വർക്കിച്ചേട്ടൻ തുടങ്ങി, കാഞ്ഞി വല്ലിമ തുടങ്ങി എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ ഓരോ കഥാപാത്രങ്ങളാണ് എൻ്റെ ഉള്ളില്. അവരുടെ സ്വഭാവവും അവരുടെ രൂപവും അവരുടെ സംസാരവും അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയമൊക്കെ കിട്ടിയാൽ ജോലിയുണ്ട്, കുട്ടികളുണ്ട്, അപ്പം എല്ലാം കൂടി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ടിറ്റോന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ സ്റ്റേജും ഈ മൈക്ക് സെറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നതാണ്. അപ്പം ജോസഫേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. വിളിച്ചതിൽ വന്നു. പലരും ജോസഫേട്ടനെ സ്റ്റീഫൻ നെടുമ്പള്ളിയാക്കി ചിത്രീകരിച്ചു. അങ്ങനെയൊന്നുമല്ല. പുള്ളി ഒരാവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെന്നാൽ ഒരിക്കലും പുള്ളി വെറുതെ വിടില്ല. ഒരു നിശ്ചിതമായ ഒരു തുക കൊടുത്തിട്ട് ആ മനുഷ്യൻ വിടുള്ളൂ. ആ നന്മകൾ ഉണ്ട്. അത് ആ ജീവിതത്തിന്റെ വിജയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.